സമയമോ സ്ഥലമോ പരിഗണിക്കാതെ എല്ലായിടത്തും കൃഷ്ണപ്രേമത്തിൻ്റെ അമൃതവർഷം ചൊരിഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു കാവേരി നദിയുടെ മധ്യത്തിലുള്ള ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ രംഗനാഥ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. 10 ദശലക്ഷം ഗന്ധർവന്മാരുടെ ശബ്ദങ്ങളെ തോൽപ്പിക്കുന്ന മധുരമായ ശബ്ദത്തിൽ കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് അദ്ദേഹം ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആ കാഴ്ച കണ്ട എല്ലാവരും സ്തബ്ധരായി, അത്ഭുതത്താൽ പുളകിതരായി. ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യം, ഉരുകിയ സ്വർണത്തെ വെല്ലുന്ന ശാരീരിക കാന്തി, താമരദളം പോലെ വിടർന്ന കണ്ണുകളിൽ നിന്നും കൃഷ്ണവിരഹത്തിൻ്റെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ശ്രീ രംഗനാഥൻ്റെ മുമ്പാകെ വന്ന് കൃഷ്ണപ്രേമത്താൽ മതിമറന്ന് ഒരു മരം കാറ്റിൽ നിലം പതിക്കുന്നത് പോലെ ശ്രീ ചൈതന്യ മഹാപ്രഭു നിലത്ത് വീണപ്പോൾ ഒരു സ്വർണപർവ്വതം നിലത്ത് വീണുരുളുകയാണോ എന്ന് ചിലർ കരുതി. ഈ ദിവ്യപുരുഷനെ കണ്ട ശ്രീ രംഗനാഥൻ്റെ പൂജാരിയായ ശ്രീ വെങ്കട്ട് ഭട്ട് മഹാപ്രഭുവിന് തടസ്സമുണ്ടാകാതിരിക്കുന്നതിന് ജനക്കൂട്ടത്തെ അവിടെ നിന്നും ഒഴിപ്പിച്ചു മാറ്റി. ഒടുവിൽ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു ബാഹ്യബോധം വീണ്ടെടുത്തപ്പോൾ വെങ്കട്ട് ഭട്ട് അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ പദകമലങ്ങളിലെ ധൂളിയെടുത്തു. മഹാപ്രഭു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ശ്രീ വെങ്കട്ട് ഭട്ട് ഭഗവാനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തിരുമല ഭട്ട്, വെങ്കിട്ട ഭട്ട്, പ്രബോധാനന്ദ സരസ്വതി എന്നീ 3 സഹോദരന്മാർ ശ്രീ സമ്പ്രദായത്തിലുള്ളവരായിരുന്നു. വെങ്കിട്ട ഭട്ടിൻ്റെ പുത്രനായ ഗോപാലിന് അന്ന് 7 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്. മഹാപ്രഭുവിൻ്റെ പാദത്തിൽ പ്രണമിക്കുന്നതിനായി ഓടിയെത്തിയ കുട്ടിയെ അദ്ദേഹം സ്നേഹത്തോടെ തൻ്റെ മടിയിലിരുത്തി. ശ്രീ വെങ്കട്ട് ഭട്ട് ഭഗവാന്റെ പാദം കഴുകി ചരണാമൃതം എല്ലാ കുടുംബാംഗങ്ങൾക്കും നൽകുകയും സ്വയം സ്വീകരിക്കുകയും ചെയ്തു. ചരണാമൃതം സ്വീകരിച്ച ഉടൻ കുട്ടിയായ ഗോപാലിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. ആ നിമിഷം ഗോപാൽ സ്വയം മഹാപ്രഭുവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചു. വെങ്കിട്ട ഭട്ട് തൻ്റെ പുത്രന് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ നൽകി. കുടുംബാംഗങ്ങളുടെ ഭക്തിയാലും കുട്ടിയായ ഗോപാലിൻ്റെ സേവനത്തിലും സംപ്രീതനായ മഹാപ്രഭു അവരുടെ അപേക്ഷ സ്വീകരിച്ച് ചാതുർമാസ്യ സമയത്ത് അവിടെ താമസിച്ചു. ഈ സമയം ഗോപാലിന് 24 മണിക്കൂറും മഹാപ്രഭുവിനൊപ്പം ചിലവഴിക്കുന്നതിനും വളരെ ഭക്തിയോടെ ആത്മാർത്ഥമായി മഹാപ്രഭുവിൻ്റെ സേവനങ്ങൾ ചെയ്യുന്നതിനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. ഭഗവാൻ കഴിച്ചതിൻ്റെ അവശേഷിക്കുന്ന പ്രസാദം കഴിക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചു. 3 സഹോദരന്മാരുടെയും പരിശുദ്ധ ഹൃദയം മഹാപ്രഭുവിനെ കീഴടക്കി. അവർ ലക്ഷ്മി നാരായണ ആരാധനയാണ് ഏറ്റവും പരമോന്നതമെന്ന് വിശ്വസിച്ചിരുന്നത്. ഒരിക്കൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു 3 സഹോദരന്മാരോടായി ചോദിച്ചു, നാരായണനാണ് പരമോന്നത ഭഗവാനെങ്കിൽ ലക്ഷ്മി ദേവി ഭഗവാൻ കൃഷ്ണൻ്റെ രാസലീലയിൽ പ്രവേശിക്കുവാനായി കഠിന തപസ്യ ചെയ്തു എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ വിധത്തിലുള്ള വിവിധ ചർച്ചകളിലൂടെ ഭഗവാൻ അവർക്ക് മുമ്പിൽ ഭഗവാൻ കൃഷ്ണൻ്റെ പരമോന്നതത്വം വെളിപ്പെടുത്തി. മഹാപ്രഭുവിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ നവദ്വീപ് ലീലകൾ കേട്ട് മനസ്സിലാക്കിയ ഗോപാൽ ഒരിക്കൽ ചിന്തിച്ചു, മഹാപ്രഭു എന്തിനാണ് സന്യാസം എടുത്തത്? എനിക്ക് അദ്ദേഹത്തിൻ്റെ സന്യാസത്തിന് മുമ്പുള്ള സുന്ദര രൂപം കാണുവാനും അദ്ദേഹത്തിൻ്റെ ലീലയിൽ പങ്കെടുക്കുവാനും കഴിയാതെ പോയല്ലോ. ഇങ്ങനെ വിഷമിച്ച ഗോപാലിന് ഒരിക്കൽ ഭഗവാൻ സ്വപ്ന ദർശനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ നവദ്വീപ് ലീലകൾ കാണിച്ചു കൊടുത്തു. ആ ലീലയിൽ ഗോപാൽ സ്വയം സന്നിഹിതനായി കാണപ്പെട്ടു. കുറച്ചു സമയത്തിന് ശേഷം നിത്യാനന്ദ പ്രഭുവും അദ്വൈതാചാര്യരും എന്തോ സംസാരിക്കുവാൻ തുടങ്ങവേ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്നും ഉണർന്നു നോക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു അവിടെ ഇരിക്കുന്നു. അദ്ദേഹം ആ സമയത്ത് ഗോപാലിന് ശ്യാമസുന്ദരനായി ഓടക്കുഴൽ വായിക്കുന്ന രൂപത്തിൽ ദർശനം നൽകി. പെട്ടെന്ന് ഭഗവാൻ അപ്രത്യക്ഷമാകുകയും അടുത്ത നിമിഷത്തിൽ നവദ്വീപ് ചന്ദ്രനായ ഗൗരസുന്ദരനായി ദർശനം നൽകുകയും ചെയ്തു. തനിക്ക് ഭഗവാനിൽ നിന്നും ലഭിച്ച കാരുണ്യത്താൽ കൃതാർത്ഥനായ ഗോപാൽ കരഞ്ഞ് കരഞ്ഞ് ഭഗവാന്റെ കാൽക്കൽ വീണു. നോക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു സന്യാസ രൂപത്തിൽ നിൽക്കുന്നു. ഭഗവാൻ അദ്ദേഹത്തിന് പ്രത്യേകമായി ചില നിർദ്ദേശങ്ങൾ നൽകി. വിവാഹം കഴിക്കരുതെന്നും മാതാപിതാക്കളെ പരിചരിച്ച് അവരുടെ അന്തർധാനത്തിനു ശേഷം വൃന്ദാവനത്തിലെത്തി തൻ്റെ 2 ദുർലഭ രത്നങ്ങളായ രൂപസനാതനന്മാരോടൊപ്പം എത്തുക എന്നുമുള്ള നിർദ്ദേശങ്ങളാണ് ചൈതന്യ മഹാപ്രഭു നൽകിയത്.
ചാതുർമാസ്യ സമയം അവസാനിച്ചപ്പോൾ മഹാപ്രഭു ദക്ഷിണേന്ത്യയിലേക്കുള്ള യാത്ര തുടരാൻ ഒരുങ്ങി. ഭഗവാന്റെ വേർപാട് ചിന്തിച്ച് ആ കുടുംബം കണ്ണുനീർ പ്രവാഹത്താൽ നിറഞ്ഞു. ഗോപാലൻ ബോധരഹിതനായി കാൽക്കൽ വീണു. കുട്ടിയെ ആശ്വസിപ്പിക്കുന്നതിനായി ഭഗവാൻ 2 ദിവസം കൂടി അവിടെ താമസിച്ചു. ഗോപാൽ ഭട്ട ഗോസ്വാമിയുടെ ആത്മാർത്ഥമായ ഭക്തിയിലും സേവനത്തിലും സന്തുഷ്ടനായ ഭഗവാൻ അദ്ദേഹത്തിന് ദീക്ഷ നൽകി കൃഷ്ണനാമം എപ്പോഴും ജപിക്കുവാൻ നിർദ്ദേശിച്ചു. ശേഷം മഹാപ്രഭു യാത്ര തുടർന്നു. വളരെ പെട്ടെന്ന് തന്നെ ഗോപാൽ വ്യാകരണം, കവിത എന്നിവയിൽ അതിവിദഗ്ധനായി മാറി. തുടർന്ന് വേദാന്ത പഠനം ആരംഭിച്ചു. പിതൃ സഹോദരനായ പ്രബോധാനന്ദ സരസ്വതിയിൽ നിന്ന് ഭക്തിശാസ്ത്രവും പഠിച്ചു. ഗോപാൽ ഭട്ട ഗോസ്വാമി എപ്പോഴും മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടിരുന്നു. ഇനി എപ്പോഴാണ് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത് എന്ന് ചിന്തിച്ച് വിഷമിച്ചു. മാതാപിതാക്കൾ അവരുടെ അവസാന നാളുകളിലേക്ക് കടന്നപ്പോൾ മകൻ ഗോപാലിനെ വിളിച്ച് വൃന്ദാവനത്തിൽ പോയി മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിൽ സേവനം ചെയ്യുവാൻ നിർദ്ദേശിച്ചു. പിന്നീട് മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളെ ധ്യാനിച്ച് അവർ ഭഗവാന്റെ നിത്യലീലയിൽ പ്രവേശിച്ചു. അദ്ദേഹം വൃന്ദാവനത്തിലെത്തിയതിനു ശേഷമുള്ള കാര്യങ്ങൾ, മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം, രാധാരമൺ വിഗ്രഹത്തിൻ്റെ പ്രാകട്യം തുടങ്ങിയ മനോഹരമായ ലീലകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഹരേ കൃഷ്ണ.